ഞായറാഴ്ചകളിൽ പോലും ദേവാലയത്തിൽ പോകാൻ മടിക്കുന്നവരുടെ ഇടയിൽ ബഹിരാകാശത്ത് നിന്ന് പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ശാസ്ത്രജ്ഞരെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധേയമാകുന്നു. നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള നാസയുടെ ബഹിരാകാശ യാത്രികരായ ബാരി വിൽമോറും ട്രേസി ഡൈസണുമാണ് ബഹിരാകാശത്തു നിന്ന് ഓൺലൈനിൽ പ്രാർത്ഥനാ യോഗങ്ങളിലും ശുശ്രൂഷകളിലും പങ്കെടുത്ത് ടെക്സാസിലെ അവരുടെ ഇടവകയിൽ നിന്ന് ആത്മീയോർജ്ജം കണ്ടെത്തുന്നത്. പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ പാസ്റ്ററായ വിൽമോർ 8 ദിവസത്തെ ദൗത്യത്തിനായാണ് ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങിയത്. എന്നാൽ യാത്രക്കിടയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ മൂലം അവരുടെ ദൗത്യം 8 മാസത്തേക്ക് നീളുകയായിരുന്നു. സുനിത വില്യംസും ഇവരോടൊപ്പമാണ് ബഹിരാകാശ നിലയത്തിലുള്ളത്. അപ്രതീക്ഷിതമായ ഈ സമയമാറ്റത്തിൽ വിൽമോറിന്റെ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ശക്തിയെന്ന് പാസ്റ്ററായ ടോമി ഡാൻ പറഞ്ഞു. പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിനായി ഇമെയിലിലൂടെയും ഇടയ്ക്കിടെയുള്ള ഫോൺ സന്ദേശങ്ങളിലൂടെയും വിൽമോർ ബഹിരാകാശത്തു നിന്ന് തങ്ങളെ ബന്ധപ്പെടാറുണ്ടെന്ന് ടോമി വിശദീകരിച്ചു. എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ ദൈവത്തിൽ താനും കുടുംബവും അടിയുറച്ച് വിശ്വസിക്കുന്നതായും അവിടുത്തെ പദ്ധതി എന്തായാലും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും വിൽമോർ പറയുന്നു. സാങ്കേതിക തകരാറുകളെ തുടർന്ന് ആഴ്ചകളോളം വിൽമോറിൻ്റെയും ടീം അംഗങ്ങളുടെയും മടങ്ങിവരവ് അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ അടുത്ത ഫെബ്രുവരിയിൽ അവരെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് നാസ അടുത്തിടെ പ്രഖ്യാപിച്ചു. ISSൽ 6 മാസത്തെ താമസത്തിനായി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഡൈസൺ സെപ്റ്റംബറിൽ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ബഹിരാകാശ യാത്രികരുടെ കുടുംബങ്ങളും പ്രോവിഡൻസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ സജീവ അംഗങ്ങളാണ്. തങ്ങളുടെ ഞായറാഴ്ചയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ തത്സമയം സ്ട്രീം ചെയ്യുന്നുണ്ടെന്നും അവർക്ക് അവരുടെ ലൊക്കേഷൻ അനുസരിച്ച് മിക്ക സമയത്തും സ്ട്രീമിംഗ് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും തങ്ങൾ എപ്പോഴും അവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പാസ്റ്റർ ടോമി ഡാൻ പറഞ്ഞു. ബഹിരാകാശത്താണെങ്കിലും കുടുംബാംഗങ്ങളോടും വിശ്വാസി സമൂഹത്തോടും ചേർന്ന് പ്രാർത്ഥനകളിലൂടെ ദൈവവുമായുള്ള സജീവ ബന്ധം നിലനിർത്തുകയാണ് ഈ ബഹിരാകാശ യാത്രികർ.